എന്താ പേര്? കവിത. ഉം. ഓൻ്റെത് ബ്രിഗേഷ്. വയസ്സ് എത്രയായി? SSLC ബുക്കിൽ 40, സത്യത്തിൽ ഓന് 37 ആയിട്ടുള്ളൂ. കണ്ടാലോ അത്രേ പറയല്ലേ. ഇപ്പൊ എന്താ പ്രശ്നം? എന്തു പറയാനാ സാറേ? അല്ല, ഓൻ എന്തിന്റെ കേടുണ്ടായിട്ടാന്ന്? മനുഷ്യന്മാരാരെങ്കിലും ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല, ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓൻ എല്ലാത്തിനും കൂട്ടിക്കുന്ന ഓൻ്റെ അളിയനെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണ്ട്. അതാരാ? എൻ്റെ ഓൻ. അപ്പൊ ഇതാരാ? പെങ്ങള് ബബിത, നേരത്തെ പറഞ്ഞില്ലേ? ആ, എന്നാ പെങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് വലത്തേക്ക് പോകുമ്പോ മോർച്ചറിയുണ്ട്. പേടിക്കണ്ട, അതിന് തൊട്ടപ്പുറത്താ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലേ നല്ല ഇലയുടെയും ചായയും കിട്ടും. ഒരെണ്ണം കുടിച്ചിട്ട് ഷറേന്ന് പറഞ്ഞ് ഇങ്ങ് വരണ്ട, പതുക്കെ വന്നാ മതി. പുറത്ത് നിന്നാ മതി, ഞാൻ വിളിച്ചോളാം. ഇത് കുറച്ച് സമയം എടുക്കും. ചെല്ലു. പറ മോനെ ബ്രിഗേഷേ, എന്താ നിന്റെ പ്രശ്നം? അവന് സാറേ നാട്ടുകാരാണ് പ്രശ്നം. ഒരാലോചന പോലും സമ്മതിക്കൂല. ഡിവോഴ്സ് ആയത്, 3 തവണ കിട്ടിയത്, 2 കുട്ടികളുള്ളത്, വിധവകള് ഒക്കെ കണ്ടു നോക്കി. എൻ്റെ ബ്രിഗേഷേ, ഈ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ തന്നോട് ആരാ പറഞ്ഞേ? അതിന് സാറ് കല്യാണം കഴിച്ചാന്നോ? പിന്നെ 10 വർഷമായി 2 കുട്ടികളുണ്ട്, സുഖമായി ജീവിക്കുന്നു. അത് ശരി, അപ്പൊ ഞാൻ കെട്ടണ്ട അല്ലേ? അത് ബ്രിഗേഷ് വന്നേ. അതായത് ഇപ്പൊ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ? ആണ്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തിലാ. അതൊക്കെ പോട്ടെ, നമ്മുടെ സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ. നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ. അതിപ്പോ കാമ്പറത്തെ ദിനേശൻ പീഡിപ്പണിയാ. 25ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി. കൊള്ളാം. ഒറ്റമ്മ ഷൈജു ലോട്ടറി കച്ചവട 30-നുള്ളിൽ 2 തവണ കിട്ടി. മിടുക്കൻ. പോക്സോ കേസിൽ കുടുങ്ങിയ ദാസമാഷിക്ക് വരെ പെണ്ണ് കിട്ടിക്ക്. ഇവരൊക്കെയാണ് സാറേ എൻ്റെ ഹീറോ. എനിക്ക് പെണ്ണ് വേണം. അല്ല ബ്രിഗേഷെ പറയുന്നേക്ക്. ബ്രിഗേഷെ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ദാറ്റ്സ് ഓൾ. നിനക്കൊരു പെണ്ണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ സമയവും സന്ദർഭം ആവുമ്പോൾ ഭൂമി പിളർന്നും തൂണ് പിളർന്നും മതിൽ ചാടിയും വരും. സമാധാനമായിട്ടിരിക്കും. ആ 2 ചായ. ദാ കഴിക്കും. ഇത് കഴിക്കും. ഇതിൻ്റെ ബാക്കി കഴിക്കാൻ എവിടെയോ ഒരു പെണ്ണ് നിന്നെയും കാത്തിരിപ്പുണ്ട്. കഴിക്കും. കഴിച്ചോ? ഹലോ. ആ ഹലോ, ഈ ഫോൺ ഹലോ. ഫോൺ ആരും എടുത്തേക്ക്. ഒരു പെണ്ണ ഇപ്പൊ കിട്ടുന്നില്ല. പെണ്ണാ നീ നോക്കണ്ടേ, ഞാൻ നോക്കാം. എൻ്റെ ജാക്കി കേസ് ഇപ്പം കഴിഞ്ഞ് കാണുള്ളൂ. ഓ, എന്താടാ ബ്രിഗേഷെ ഒരു വിമ്മിഷ്ടോ? ഒന്നുമില്ല. കുറച്ച് തൈര് വേണോടാ? തൈരും വേണ്ട, ഒരു പോടാടുന്നു. മോനെ കുറച്ച് കുടലാരിഷ്ടം കുടിച്ച വയറ്റിൽ പോച്ചരി നല്ലതാടാ. ഞാൻ ഐശുവിനെ ഒന്ന് കഴിച്ചു കെട്ടട്ടെ. നമ്മളെ ഐശുവിനെ ഞാൻ അടുത്ത ആഴ്ച മമ്പറത്തേക്ക് പറഞ്ഞേക്കുന്ന. എൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഞാൻ നേർച്ച മുഴുവനും നേർന്നത്. മുത്തപ്പനെ ഞാനൊരു പയൻകുറ്റി നേർന്നിട്ടുണ്ട്. എല്ലാം ശരിയാവിടാ. ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോയേക്കറ്. ബാബുവാളെ എന്താടോ എൻ്റെ പോച്ചിൽ കുറഞ്ഞിക്കില്ല, ആശുപത്രി പോണോ? വേണ്ടോക്കോ. മറിയേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോ.
ആരാ? ആരുമില്ല വിധ റോങ് കോളാ. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഫോൺ ഇങ്ങോട്ട് വന്നേ. ബ്രിഗേഷിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആര് നമ്പറാ സേവ് ചെയ്ത്? നീ ചോറ് നവിതേ. ഞാൻ ചോറിനെ നിങ്ങളെന്നാ തിന്നെന്ന് എനിക്കറിയണല്ല. നമ്പിക്കൂടെ നിങ്ങളാ. ഫോണിന്റെ കവിത. ഹലോ, തമിഴെത്തിയാ? നിങ്ങൾക്ക് തമിഴെത്തിയായിട്ടോ ബന്ധം? വീണ്ടും തമിഴ്. ന്യൂ ഇന്ത്യ ഹോട്ടലിന്റെ മുമ്പിലത്തെ പൂക്കാരി ശെൽവിയല്ലേ? അതല്ലേ കള്ളും കുടിച്ചിരുമ്പോ മുല്ലപ്പൂ കെട്ടിക്കൊണ്ടിരുന്ന് ഉടുപ്പില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് താടക വലുത് ഞാനാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഗർഭിണിയാണ്ടല്ലേ നിങ്ങളിങ്ങോട്ട് കയറി ഇരുന്നണ്ടാ. കുന്തോ ഇവിടെ കയറി വാ. കയറൂല. ബ്രിഗേഷിന്റെ പേരും പറഞ്ഞൊരു തമിഴത്തിന്റെ നമ്പർ ആണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ കണ്ടു. ഇല്ലെങ്കിലോ എന്ത് കിട്ടുന്ന പറഞ്ഞേ? എന്ത് വിടാണ്ടിരിക്കാൻ? എന്ത് കിട്ടുന്ന പറഞ്ഞേ? നീതി ഓടും. ഞാൻ കണ്ടല്ലേ. എനിക്കുള്ള കോള തരാം. ഇത് വയറാണ് സത്യം. മാതൃ എടാ മാമ എന്റെ അച്ഛന്റെ ഫോണിങ് താടാ. വയറാണ് സത്യം. മതി. അയ്യോ ഇങ്ങോട്ട് വന്നേ. എനിക്ക് സത്യം അറിയണം. സത്യം പറ. ஹலோ ஹலோ, இது உங்க ஃபோன் தானே? ஆமாம் ஆமாம், இது எங்கே இருக்கு? நீங்க வேலைக்கு வந்தது இங்க தானே, மாஹில? ஆமாம் ஆமாம், ஆசிரமத்தில் இருக்கு. ஆமாமா, ஆசிரமம். நீங்க வேலைக்கு வந்தவர் தானே? எனக்கு ஃபோன் திருப்பி வேணும். நீங்க இங்க வந்த ஃபோன் எடுத்துட்டு போலாம். ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് വരാം. நீங்க ஆசிரமத்துக்குள்ள வர முடியாது. ஏன்? நாங்க பெண்கள் மட்டும் தான் இங்க இருக்கோம். പിന്നെ എൻ്റെ ഫോൺ എങ്ങനെ കിട്ടും? மார்னிங் பிரேயர் அப்போ மதில் பக்கத்துல வாங்க. நான் வெளியில வந்து ஃபோன் கொடுக்கறேன். நீங்க உள்ள வர முடியாது. മോർണിംഗ് പ്രയർ എത്ര മണി? விடிய காலம் 4 மணிக்கு. ഒയ്, വരാൻ മുടിയാതെ, ரொம்ப ദൂരം. ஓ அப்படியா? அப்ப நான் ஃபோன் ஸ்விட்ச் ஆஃப் பண்ணி வச்சிட்டா? വേണ്ട വേണ്ട, ഓഫാക്കണ്ട. വരാം. ഹലോ. வண்டி எடுத்துக்கோங்க. എങ്ങോട്ട് വണ്ടി എടുക്ക? இல்ல அங்க. എങ്ക? എന്റെ കയ്യിലാണോ എന്റെ ഫോണ്? ഫോണ് താ. போன் அப்புறமா பாத்துக்கலாம். நீங்க வண்டி கொஞ்சம் முன்னாடி போடுங்க. എന്നാ എന്റെ പ്രശ്നം എന്നാ? எனக்கு போறதுக்கு வேற இடம் இல்ல. கொஞ்சம் உதவி செய்றீங்களா? போயிடலாம். ഉദവിയാ? யாராவது பாத்துட்டு போறாங்க. போலாம். എന്ത് ഉദവി ചെയ്യാ? എന്റെ ഫോൺ കിടപ്പണ്ണേ. மார்க்கெட் போங்க. മാറക്ക് മാറക്ക്. ஐயா விட்டுட்டு போயிடாதீங்க. வேற வழி இல்லை எனக்கு. ஐயா ஐயா போயிடாதீங்க. ஐயா അത്രക്ക് ചൊറിയുന്നുണ്ടെങ്കിലേ കുറച്ച് പയ്യന്റെ വെള്ളത്തിലിട്ടേക്കണം. എടോ ബ്രിഗേഷേ, അതും മുടങ്ങിയ എന്തിനാടാ പൈ കരിയും പോലെ കരിയുന്ന്? അങ്ങനെ മുട്ടുണ്ടെങ്കിൽ പോയി വായ്ത്തട പെട്ടടാ. കുറച്ച് മെനക്കെടുള്ള പരിപാടിയാ. എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആദ്യം ഈ വേഷമെല്ലാം ഒന്ന് മാറ്റണം.